ആന്റി. എന്താ മോളെ? അവൾ എന്തേ? മേലുണ്ട് മോളെ. ആ, ഞാനൊരു മെറ്റീരിയൽ വാങ്ങാൻ കൊടുത്തായിരുന്നു, അതെടുക്കാൻ വന്നതാ. ആ ശരി. എന്താ മോളെ രാവിലെ തന്നെ ലാപ്പിലെ പരിപാടി? നീ വന്നോ? എടി പ്രൊജക്ടിന്റെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുവാടി. പിന്നെ നിന്റെ മെറ്റീരിയൽ അവിടെ ഇരിപ്പുണ്ടേ. ഓക്കെ, നോക്കട്ടെ. എങ്ങനെയുണ്ട് മോളെ സെലക്ഷൻ? കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. എന്തോരം കോട്സ് ആടി നിന്റെ ഫോണില്? എടി അതൊക്കെ വായിക്കാനും വേണ്ട ഒരു നല്ല മനസ്സ്. ഓ പിന്നെ, ഇതേതാടി ഈ പയ്യൻ? ഏത് പയ്യൻ? ദേവൻ. എടി അതെന്റെ കോളേജിലെ എന്റെ ഫ്രണ്ടാ. ഇവന്റെ പേരെന്നാടി? അഭിഷേക്. ഞാൻ അഭിയെന്ന് വിളിക്കും. എന്നാ? ഏയ് ഒന്നുമില്ല. ക്ലാസ്സിലൊക്കെ എങ്ങനാ? ക്ലാസ്സില് പഠിത്തക്കാരനാണ്, കുഴപ്പമില്ല. പിന്നെ ഫിനാൻഷ്യലി ക്യാഷ് ടീമാണ്. പിന്നെ വീട്ടിലെ അച്ഛനമ്മ. അച്ഛനമ്മയൊക്കെ എല്ലാവർക്കും ഇല്ലേ? നീ അത് വിട്. കമ്മിറ്റഡ് ആണോ? കമ്മിറ്റഡ് ആണോ? പണ്ട് ഇങ്ങോട്ട് ആരുടെ പുറകെ നടപ്പുണ്ടായിരുന്നെന്ന് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. എനിക്കറിയില്ല, പണ്ടായിരുന്നു കേട്ടോ. നീ ഇപ്പോഴത്തെ കാര്യം പറ. ഇപ്പോ അല്ല. ഓ, എന്നെ അവനെ കുറിച്ച് പറയാൻ ഇത്ര ഉൾക്കണ്ട? എടി നിനക്കറിയാലോ എനിക്ക് കിട്ടിയ തേപ്പിനെ പറ്റി. നല്ല അടാർ തേപ്പായിരുന്നു. നിന്റെ മുന്നിൽ വെച്ചായിരുന്നല്ലോ ഞാൻ കരഞ്ഞത്. ഇതുപോലൊരുത്തിനെ കണ്ടുപിടിച്ച് അവനൊരു 5 മാസം പ്രേമിച്ച് എനിക്ക് കിട്ടിയതിനേക്കാളും ഇരട്ടി തിരിച്ച് തേപ്പ് കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം. നിനക്ക് തേക്കാൻ എൻ്റെ ഫ്രണ്ടിന് തന്നെ വേണോ? എടി നിനക്ക് പ്രശ്നമൊന്നും ആവില്ല, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. നീ എന്നൊന്ന് സഹായിക്ക്. ആർ യു സീരിയസ്? യെസ്. ഓക്കെ ഫൈൻ, ഞാനൊന്ന് നോക്കട്ടെ. അയ്യ അങ്ങനെ പറയല്ലേ, നീ എൻ്റെ ഫ്രണ്ട് അല്ലേ. എനിക്കൊരു ഫേവർ. ഫോൺ താ. എന്നാ വേഗാവട്ടെ. ദാ ഫോൺ. ഹലോ എടി. നീ എവിടെയാ? എടി ഞാൻ വണ്ടി ഓടിക്കുക. എന്നാടി പറഞ്ഞോ? നീ തിരക്കാണെങ്കിൽ ഞാൻ പിന്നെ വിളിക്കാടാ. ഇല്ലടി നീ പറഞ്ഞോ, ഞാൻ വണ്ടി സൈഡിൽ ഒതുക്കി. പിന്നെ നീ കഴിച്ചോ? പിന്നെ ഞാൻ കഴിച്ചില്ല. നീ പറ, ഉരുണ്ട് കളിക്കാതെ കാര്യം പറ. എടാ ഞാൻ പറയുന്നോണ്ട് നിനക്കൊന്നും തോന്നരുതേ. ഞാൻ ഒരു കാര്യം പറയാം. ഇല്ലെന്നേ. അതായത് നിനക്ക് നിന്റെ കൺസെപ്റ്റിലുള്ള പെണ്ണെങ്ങനെ, ഐ മീൻ ലവർ എന്ന കോൺസെപ്റ്റ്. നീ എന്നെ എനിക്ക് പെണ്ണന്വേഷിക്കാൻ ഇറങ്ങിക്കോണോ? എടി എനിക്ക് അങ്ങനെ കൺസെപ്റ്റ് ഒന്നുമില്ല. ആഫ്റ്റർ ഓൾ ഷീ ഈസ് എ ഹ്യൂമൻ ബീയിങ്. അത്രേ ഉള്ളൂ എൻ്റെ കൺസെപ്റ്റ്. ഓ ശരി, നീ നിന്റെ കോൺസെപ്റ്റ് പറയുന്നില്ല. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് ഒരു കാര്യം പറയാം. നിനക്ക് എന്റെ ഫ്രണ്ട് ദിയേനെ അറിയാമോ? ദിയേ? അതാരാ? അറിയത്തില്ലേ? എന്റെ വാട്സ്ആപ്പ് ഡിപിയിലും സ്റ്റാറ്റസിലും ഞാൻ ഇങ്ങനെ ട്രെയിൻ പോലെ ഇടാറുള്ളൊരു കക്ഷി. കണ്ടിട്ടില്ല നീ? ഇല്ലടി, ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അവക്ക് എന്നാ പറ്റിയപ്പോ? ഓ അവൾക്കൊന്നും പറ്റിയില്ല. പിന്നെ ഇടക്കാര്യം എന്താന്ന് വെച്ചാലേ, മിനിങ്ങാന്ന് ഞാനാണെങ്കിൽ അവളുടെ വീട് വരെ ഒന്ന് പോയായിരുന്നു. നല്ല കാര്യം. അപ്പോൾ അവൾ എൻ്റെ ഫോണൊന്ന് എടുത്ത് നമ്മുടെ ഗാലറി ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ അതിലാണെങ്കിൽ നിന്റെ ഫോട്ടോ ഒന്ന് കണ്ടു. ഫോട്ടോ കണ്ടപ്പോഴത്തേക്ക് അവൾ എന്നോട് ചോദിച്ചു ഇതാരാണെന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ടാ അഭിഷേക് എന്നാ പേരെന്നൊക്കെ. പിന്നെ നിന്നെക്കുറിച്ച് ഭയങ്കര ഡീപ്പായിട്ട് അവൾ അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് തോന്നി, ഒരു ചെറുക്കനെ കുറിച്ച് ഒരിക്കലും ഒരു പെണ്ണ് അങ്ങനെ ഡീപ്പായിട്ട് അന്വേഷിക്കണമെങ്കിൽ അതൊരു ഫ്രണ്ട്ഷിപ്പ് ആകാൻ വഴിയില്ല. ഐ തിങ്ക് ലവ്. ആ ഒരു ബേസിലാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നത് കേട്ടോ. എടി ഞാൻ അവളെ കണ്ടിട്ടില്ല. നീ അവളൊരു ഫോട്ടോ സെൻഡ് ചെയ്തേ. ഞാനിപ്പോൾ സെൻഡ് ചെയ്യാം. ഇതന്നെ. ഓക്കെ.
ഹലോ, കണ്ടോ? ആ എങ്ങനെയുണ്ട്? കുട്ടി കൊള്ളാം കേട്ടോ. ആ, അതാണ് എൻ്റെ ഫ്രണ്ട്. പിന്നെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. എന്നാ അടി? അവൾക്കൊരു അടാറ് തേപ്പ് കിട്ടിയതാ. അടിപൊളി. എന്നിട്ട് എന്താ തേച്ചിട്ട് പോയി? അതിന് ഇപ്പൊ ഞാനെന്താ ചെയ്യണ്ടേ? നീ ഇപ്പൊ അങ്ങോട്ടേക്കൊന്ന് മെസ്സേജ് ചെയ്യ്. ഓക്കെ അടി, ഞാൻ ഫ്രീ ആകുമ്പോൾ മെസ്സേജ് ചെയ്തോളാം. ആ, ഓക്കെ, മതി. ശരി 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 എന്നാ. ശരി ഓക്കെ. എങ്ങനെയുണ്ട് മോളെ എന്റെ ബുദ്ധി? അപാരം തന്നെ. പക്ഷേ ഇവനിത് വേറെ ആരോടെങ്കിലും പറഞ്ഞാലോ? പറയാനാണെങ്കിൽ ഒരാളോടെ ചാൻസ്, അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആദിത്യൻ. ആ, അത് സാരില്ല. എന്നാ ഓക്കെ. എടാ കള്ള, നീ അവർക്ക് മെസ്സേജ് അയച്ചോ? ഇല്ലടാ, രാത്രി വല്ല മെസ്സേജ് ചെയ്യാം. അത് മതി. എപ്പോഴാ മീറ്റ് ചെയ്യുന്നത്? ആദ്യം ഞാൻ ചാറ്റ് ചെയ്യട്ടെ, പിന്നല്ലേ മീറ്റ്. ഇപ്പം നാളെ അവർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നാളെ തന്നെ. എന്തായാലും നീ ഉണ്ടാകും കൂടെ. ഞാനെന്തിനാ വരുന്നത്? നിങ്ങളങ്ങോട്ട് സംസാരിച്ചുകൂടെ? എടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇത് അവളുടെ സെക്കൻഡ് റിലേഷൻഷിപ്പാണ്. ഇവള് ചിലപ്പോൾ ഇവളുടെ എക്സിനോടുള്ള റിവെഞ്ച് എടുക്കാൻ വേണ്ടിയായിരിക്കും നിന്നെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് നീ സൂക്ഷിച്ചോണം. പിന്നെ വേറൊരു കാര്യം, നിന്റെ മനസ്സ് വിഷമിച്ചാൽ എനിക്കത് കാണാൻ വയ്യ. എന്നാൽ പിന്നെ ഞാനിപ്പോൾ വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് ഞാൻ റീതുവിനെ കോൾ ചെയ്ത് പറയാം കേട്ടോ. ഹലോ. ആ, പറയടാ. അതൊക്കെ ഞാൻ പറയാം. ആദ്യം ഞാൻ പറയാം, നീ അങ്ങോട്ട് കേൾക്ക. അതല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്. അവൾക്കിത് രണ്ടാമത്തെ റിലേഷൻഷിപ്പാണ്. അവനിത് ആദ്യത്തെയും. അവനെ തേക്കാനൊരു ഉദ്ദേശമെങ്കിൽ വീട്ടിൽ കയറി ഞാൻ പണിയും. മറ്റാരേക്കാളും നന്നായിട്ട് എനിക്ക് അവനെ അറിയാം. അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ, അല്ലേ റീതു? ആ, അങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ആ, എന്നാ ശരി. ഹലോ. ആ, ഹലോ. എടി, നീ വീട്ടിൽ വന്നപ്പോ എന്നോട് ചോദിച്ചില്ലേ അബി ഇത് വേറെ ആരോടെങ്കിലും പറയുമോ എന്ന്? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ആദിത്യനോട് പറയുമായിരിക്കും എന്ന്. അവനിത് ആദിത്യനോട് പറഞ്ഞു. അവനിപ്പോ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോ അവൻ ഭയങ്കര റേസ് ആയിട്ടാണ് സംസാരിച്ചത്. അതായത് തേക്കുവാണെങ്കിൽ ഭയങ്കര സീനാക്കുമെന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും വലിയ സീനില്ലടി, ഞാൻ നോക്കിക്കോളാം. ഇതാണോ ഇപ്പൊ ഇത്ര വലിയ വിഷയം? എത്രയോ വെടിയുണ്ടകൾ വെറുതെ പാഴായി പോകുന്നു. ആ വെടിയുണ്ടകളങ്ങും കൊള്ളാണ്ട് പോയാൽ മതിയായിരുന്നു. ഹായ്, മനസ്സിലായോ? പിന്നല്ലാണ്ട് അബിയല്ലേ? ഐ നോ. വെൽ യു സെഡ്. കഴിച്ചോ? യാ, കഴിച്ചു. നീയോ? യാ ഹാഡ്. എന്തെടുക്കുവാ? ഇന്നാണ് റീതു എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. യാ, ഷീ ടോൾഡ് മീ. ആക്ച്വലി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആൻഡ് ഐ നീഡ് വൺ സ്ട്രേറ്റ് ആൻസർ. നീ എന്നെ ഫ്രണ്ടായിട്ടാണോ അതോ വേറെ ആരെങ്കിലായിട്ടാണോ കാണുന്നത്? നീ ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ കുഴഞ്ഞു പോകുമല്ലോ. നമുക്ക് എന്നാ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുന്നത്? അത് പറ. നീ പറ, നിനക്ക് എന്ന് പറ്റുമെന്ന്? നാളെ ഫ്രീ ആണോ? നാളെയോ? നാളെ ഫ്രീ ആടാ. നമുക്കെന്നാ നാളെ നേരിട്ട് കണ്ടാലോ? ഓക്കെ, എന്നാ പിന്നെ നാളെ ബൈപ്പാസിനടുത്തുള്ള ഗ്രൗണ്ടിൽ വെച്ച് കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Sweet dreams. Take care. ദിയ, നമ്മുടെ റിലേഷൻഷിപ്പിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. നിനക്ക് നല്ലൊരു തേപ്പ് കിട്ടിയ കാര്യമൊക്കെ റീതു എന്നോട് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും രണ്ടാമത്തെ റിലേഷൻഷിപ്പിലേക്ക് കിടക്കുമ്പോൾ നിനക്ക് വേണമെങ്കിൽ കിട്ടിയ തേപ്പ് എനിക്ക് തിരിച്ചു തരാം. ചുരുക്കി പറഞ്ഞാൽ നിന്റെ പഴയ കാമുകനോടുള്ള ഒരു റിവെഞ്ച്. ഞാനിപ്പോൾ ഒരു കാര്യം പറയാം. ലൈഫ് ലോങ് ഞാൻ നിന്നെ തേക്കില്ല ദിയ, ഇതെൻ്റെ വാക്കാണ്. രണ്ടാമത്തെ രീതിയിൽ നിനക്ക് എങ്ങനെയാണ് റിവെഞ്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ നിനക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം. എന്തുകൊണ്ടും
നിനക്ക് മുൻപുണ്ടായിരുന്ന റിലേഷൻഷിപ്പിനേക്കാളും നല്ല ഒരു റിലേഷൻഷിപ്പിലാണ് നീ ഇപ്പോൾ നിൽക്കുന്നത്. നിന്നെ ഒത്തിരി സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ഒരു പ്രോബ്ലം വരുമ്പോൾ നിനക്ക് കെയറിംഗ് ഒക്കെ തരുന്ന ഒരാളുടെ ഒപ്പമാണ് നീ റിലേഷൻഷിപ്പിലായിരിക്കുന്നതെന്നുള്ള ഒരു അഹങ്കാരത്തിൽ നിന്റെ പഴയ കാമുകൻ്റെ മുന്നിലൂടെ നടക്കാം. അതല്ല ശരിക്കും പറഞ്ഞ റിവെഞ്ച്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. നിന്നെ തേച്ചവൻ ഒരു ദിവസം നിന്നെ കാണുമ്പോൾ നീ നല്ല ഹാപ്പി ആയിട്ട് എൻ്റെ കൈയും പിടിച്ച് നടക്കുന്നത് കാണുമ്പോൾ അവൻ്റെ മുഖത്തൊരു ചമ്മലുണ്ടാവും. അതാണ് നിന്റെ റിവെഞ്ച്. അപ്പോൾ തോക്കുന്നത് അവനല്ലേ? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിന്റെ മനസ്സിൽ ഇനിയും എന്നെ തേച്ചിട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ ഇപ്പം നിർത്തിയേക്കാം. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല. സോ എവറി റിലേഷൻഷിപ്പ് സ്റ്റാർട്ട്സ് വിത്ത് എ പ്രോമിസ്. പ്രോമിസ് മീ ദിസ് ഈസ് ഫോർ എവർ. സോറി അബി, എനിക്കാദ്യം നിന്നെ തേക്കാനുള്ള മൈൻഡ് തന്നെയായിരുന്നു. ബിക്കോസ് നീ പറഞ്ഞ പോലെ എൻ്റെ പഴയ കാമുകനോടുള്ള ഒരു പ്രതികാരം, അല്ലെങ്കിൽ എൻ്റെ പൊട്ടബുദ്ധിക്ക് തോന്നിയൊരു കാര്യം. ബട്ട് യു ചേഞ്ച്ഡ് മൈ മൈൻഡ്. നിന്റെ കൂടെ ഇത്രയും നേരം നീ പറയുന്നതൊക്കെ കേട്ടിരുന്നപ്പോ ഐ ഫെൽറ്റ് എനിക്ക് ഇതിലും നല്ല റിലേഷൻഷിപ്പ് വേറെ കിട്ടത്തില്ല. എന്തോ അറിയില്ല, എൻ്റെ മനസ്സെവിടെയോ കൈവിട്ടു പോകുന്ന പോലെ. And now I promise you that this is forever. I love you.